ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളിന്നൊരു ഡെയിൻമേലേക്ക് എടുക്കാൻ വിചാരിച്ച് 5:30 കേട്ടോ. ഓരോന്ന് വെളുപ്പിൽ നല്ല മഴയും ഉണ്ട്. അപ്പം രാവിലെ എണീറ്റ് ഉടനെ ഒന്ന് ഫ്രിഡ്ജ് തുറന്ന് പാലൊന്ന് വെളിയിലോട്ട് എടുത്ത് വെക്കണം. മൊത്തം ഡെയിൻമേലേക്ക് തന്നെ മൊത്തം വീഡിയോയായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് ഇല്ലാത്ത കാരണം ചേട്ടൻ്റെ ഫോണിലോട്ടാണ് വീഡിയോ എടുക്കുന്നത്. പറ്റുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ അടുത്ത് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ഒരു തീ ഉപയോഗിച്ച് തന്നെയായിട്ട് തീ കുളിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തീ കത്തിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ തന്നെ ചായ കളിപ്പിക്കാൻ വെച്ചേക്കാം. ഞാൻ അടുക്കള വാതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല മഴയാണ്. ഞാൻ തിരികെ കളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ തന്നെ കളിച്ചു കേട്ടോ. നമ്മൾ അടുക്കള വാതിലെടുത്ത കോവിലുകളിലൊക്കെ കിടക്കുന്ന മഴയും പെയ്യുന്നുണ്ട്. അതിനകത്ത് ഇതിൻ്റെ മുന്നിൽ കിടക്കുക അവിടുത്തെ ലൈറ്റ് ഇട്ടാൻ കേട്ടോ. അത്രയും വെക്കാം. എന്നിട്ട് പാല് തിളച്ചുകൊണ്ട് ചായപ്പൊടി ഇട്ടിട്ട് കുറച്ച് പാലെടുത്ത് കൊച്ചിന് പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തനിച്ച് വെള്ളം കിട്ടും. രാത്രി തന്നെ ഞാൻ രാവിലത്തേക്കുള്ള വെള്ളമെല്ലാം കോരി വെക്കും തനിച്ചുള്ളത്. അപ്പോൾ ഇങ്ങനെ രാവിലെ ഇപ്പം മഴയൊക്കെ നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. ഇത് ചായ ഒക്കെ മറിച്ച് എനിക്ക് ഇതുപോലെ ചായ എടുത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്കുള്ളത് ഞാൻ ചെറിയൊരു ഗ്ലാസ്സിലോട്ട് അരച്ച് വെക്കും. ഞാൻ എണ്ണയിൽ കറക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് കുടിക്കുന്നത്. പിന്നെ ഈ ഇവൻകുട്ടന് ഞാൻ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചായിരുന്നു. അവന് എന്തെങ്കിലും ബൂസ്റ്റോ അല്ലെ ഹോർലിക്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും. ഇഷ്ടമാണ്. ഒരു ഗ്ലാസ് പാൽ അങ്ങനെ രാവിലെ എണീക്കുമ്പോഴേ കൊടുക്കുവേ. പിന്നെ അരി തിളയ്ക്കുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് അരി കഴുകിയിടാമെന്ന് വെച്ചു. അങ്ങനെ വല്യമ്മമാരൊക്കെ പറയും അരിയുടെ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പേ അരി ഇടണം എന്നൊക്കെ പറയും. അതുകൊണ്ട് തിളയ്ക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് അരിയൊക്കെ കഴുകിയിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം അരിഞ്ഞ് വെച്ച് സോയാബീനാട്ടോ വെക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് ഞുറുക്കി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് അത് നല്ലതായിട്ട് കട്ടൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് അരിഞ്ഞ് വെച്ചാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടൊന്ന് തിരുമ്മി വെക്കും. പിന്നെ അത് നല്ലതായിട്ടൊന്ന് തിരുമ്മി വെക്കുവേ. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ ഇതിനകത്തോട്ട് വഴറ്റിയിടാനുള്ള സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പൊളിക്കാൻ വേണ്ടി ഇരുന്നു. ഈ സമയത്താട്ടോ ഞാൻ ചായയൊക്കെ കുടിക്കാറ്. ഇപ്പോൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ മുട്ട പൊരിക്കാനുള്ള കുറച്ച് മുളകും അതിൽ നിന്ന് കുറച്ച് സവോളയൊക്കെ എടുത്തിട്ട് മുട്ട പൊരിക്കാനുള്ളതെല്ലാം എടുത്ത് വെച്ചിരുന്നത്. കാരണം ഇവാൻകുട്ടൻ എപ്പോഴും എഴുന്നേൽക്കാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് കഴിഞ്ഞിട്ട് ഒരു പണി നടക്കുകയില്ല. അവൻ തോളെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുകയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്തിന് ഞാൻ ഇതുപോലത്തുള്ള ചെറിയ ചെറിയ പണിയൊക്കെ പെട്ടെന്ന് ചെയ്ത് വെക്കാൻ നോക്കുവേ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവൻകുട്ടൻ എഴുന്നേച്ച് വന്ന് പിന്നെ ഇതേ തോളെ കയറി ഇങ്ങനെ ഇരിപ്പം. ഇനിയിപ്പോൾ ഇറങ്ങുവേല. എൻ്റെ ഡെയിമേ ലൈഫും മോണിറ്റൈനും എല്ലാം തെറ്റും. ഇങ്ങനെ എണീറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവനെയും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇവനെ പോയി കിടത്തിയാലും അവൻ കിടക്കുകയില്ല. അപ്പോൾ ഇവനെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഇതുപോലെ ചേട്ടായിക്ക് കടിഞ്ചായയോ കാപ്പിയോ വേണം. ചേട്ടായി പാൽ ചായ കുടിക്കത്തില്ല. അപ്പോൾ ചേട്ടായിക്കുള്ള ചായയും പിന്നെ പെട്ടെന്ന് മുട്ടയും പൊരിച്ച് വെച്ചു. ഇവൻ ഇറങ്ങുവേല. അതുകൊണ്ട് കൈ പിടിച്ച് ചെയ്തപ്പോൾ ശീലമായി. അതുകൊണ്ട് ചായയും വെച്ചു. പിന്നെ മുട്ടയും പൊരിച്ച് വെച്ചു. ഇവനെയും കൂട്ടി ഇങ്ങനെ പണിയെടുക്കുന്ന ബുദ്ധിമുട്ടാണ്. എന്നാൽ ശീലമായെന്ന് വെച്ചാൽ അവൻ ഇറങ്ങുവേല. വേറെ ആരും എടുക്കാനും ഇല്ലാത്ത കാരണം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കൈ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് മുട്ടയെല്ലാം പൊരിച്ചു. പിന്നെ നമുക്ക് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു, പുളിയെല്ലാം കഴിഞ്ഞു. മഴയൊക്കെ ഒന്ന് തോർന്ന് ചെറിയൊരു വെയിൽ വന്നപ്പോൾ ഞങ്ങൾ പുളി വറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. 3-4 പുളി കിട്ടി. ഇപ്പോൾ തീരാറായി. കുറച്ച് പുളി കിട്ടി. ആ സമയത്തിന് അവനൊരു കത്തിയായിട്ട് ഇറങ്ങി അവിടെ നിന്ന് ചെയ്യുമ്പോൾ എല്ലാം കണ്ടിക്കലായി ഇവൻ്റെ പരിപാടി. ഇപ്പോൾ അവധിയിൽ ഉള്ള ദിവസമൊക്കെ ഇതുപോലെ പറമ്പിൽ കൂടെ നടന്ന് ഓരോ കുരുത്തക്കേട് കാണിക്കും. ഒരു കത്തിയുണ്ട് പുള്ളിയുടെ കയ്യിൽ. ഇങ്ങനെ ചെത്തിക്കൊണ്ടൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറച്ച് പുളി നമുക്ക് കിട്ടി. പുളിയെല്ലാം പറക്കി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ആ മുറ്റമെല്ലാം വഴിയും മുറ്റമെല്ലാം അങ്ങനെ കിടക്കുന്ന കണ്ടിട്ടൊന്നും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഡെയിലി അടിക്കുന്നതാണ്. നമുക്ക് ചുറ്റും റബ്ബർ തോട്ടവും മഹാഗണി അങ്ങനെ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൂത്താലും പിന്നെയും ഈ ചപ്പ് വീണുകൊണ്ടിരിക്കും. പിന്നെ മഴ ആയതുകൊണ്ട് നമുക്ക്
അടിക്കാനും പറ്റത്തില്ല. ഒരിച്ചിരി ഇത്രയും തെളിവ് വന്നപ്പോഴാണ് ഇറങ്ങിയത്. അത് അടുത്ത മഴ വന്നപ്പോഴാണ് ഞങ്ങൾ കയറിപ്പോകുന്നത്. പിന്നെ നമ്മൾ ആ കിട്ടിയ പുളിയെല്ലാം ഒന്ന് കോർത്ത് അടുപ്പിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതിലോട്ടിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഡേ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹാഫ് ഡേ മൈ ലൈഫായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.